കലിപ്പനാദിയുടെ പാവം നന്ദിനി. രചന തൂലിക. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ദേവമംഗലം തറവാട് വലിയൊരു കുടുംബത്തിന്റെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കേന്ദ്രമാണ്. കാരണവരായ പരമേശ്വരൻ നമ്പൂതിരിയും മീനാക്ഷി അമ്മയുമാണ് നാഥന്മാർ. മകൻ രാഘവൻ നമ്പൂതിരിയും ഭാര്യ കൗസല്യയുമാണ് തറവാടിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നത്. ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന മകൻ ആദിത്യനാണ്. ആദിത്യന് ആര്യ എന്നു പേരുള്ള ഒരു അനിയത്തിയുമുണ്ട്. രാഘവൻ നമ്പൂതിരിയുടെ സഹോദരി ശാരദയും ഭർത്താവ് മാധവൻ നമ്പൂതിരിയും ഈ തറവാട്ടിൽ തന്നെയുണ്ട്. അവർക്ക് നന്ദിനി എന്നു പേരുള്ള മകളുണ്ട്. രാഘവൻ നമ്പൂതിരിയുടെ ഇളയ സഹോദരൻ പ്രഭാകരനും ഭാര്യ സുഭദ്രയും ബാംഗ്ലൂരിലാണ് താമസം. പ്രഭാകരന് രാഹുൽ, വിനയ് എന്ന 2 ആൺമക്കളും നിവേദിത എന്നൊരു മകളുമുണ്ട്. പഠനാവശ്യത്തിനായി നിവേദിത തറവാട്ടിൽ ആര്യയുടെയും നന്ദിനിയുടെയും കൂടെ താമസിക്കുന്നു. ആര്യയും നിവേദിതയും ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. നന്ദിനി പഠിക്കുന്ന സംഗീത കോളേജിലാണ്. ദേവമംഗലത്തെ കുടുംബക്കരാർ പ്രകാരം ശാരദയുടെ മകളായ നന്ദിനിയെ ആദിത്യൻ വിവാഹം കഴിക്കണമെന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. എങ്കിലും ആദിത്യൻ നന്ദിനിയോട് എന്നും ഒരു ചെറിയ അകലം പാലിച്ചിരുന്നു. നന്ദിനിയോട് അവന് ഇഷ്ടമുണ്ടെങ്കിലും അത് പുറത്തു കാണിക്കാതെ ഒരുതരം ഗൗരവവും മര്യാദയും കടന്ന പെരുമാറ്റമാണ് അവൻ സൂക്ഷിച്ചിരുന്നത്. രാവിലെ സൂര്യപ്രകാശം 4 കെട്ടിന്റെ നടുമുറ്റത്ത് വീണ് കിടക്കുമ്പോൾ ദേവമംഗലം തറവാട് ഉണർന്നു. തറവാടിന്റെ ഉള്ളറയിൽ സംഗീതത്തിന്റെ ഈണത്തിനൊത്ത് നന്ദിനി തന്നെ നൃത്തം അഭ്യസിക്കുകയായിരുന്നു. അവൾ ചൂടുകൾ വെക്കുമ്പോൾ ഉയരുന്ന ചിലങ്കയുടെ മനോഹരമായ നാദം തറവാടിന്റെ ശാന്തതയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ആ നാദം കേട്ടാണ് ആദിത്യൻ അങ്ങോട്ടേക്ക് വന്നത്. 6 അടി ഉയരവും ഒത്ത ശരീരപ്രകൃതിയുമുള്ള ആദിത്യൻ നടന്നു വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ അറിയാതെ തന്നെ അവനിലേക്ക് ശ്രദ്ധ തിരിച്ചിരുന്നു. അത്രയേറെ ദൃഢതയായിരുന്നു അവനിൽ. അവൻ നന്ദിനിയുടെ അടുത്ത് ചെന്ന് നിന്നു. നന്ദിനി പതിയെ കണ്ണുകൾ താഴ്ത്തി ആദിത്യനെ നോക്കി. ആദിത്യൻ ഒരു നിമിഷം അവളെ നോക്കി നിന്നു. പിന്നെ ഗൗരവമിടാവൻ ചോദിച്ചു, നന്ദിനി, ഇന്ന് എനിക്ക് സംഗീത കോളേജിൽ പോകേണ്ടതല്ലേ? ഇനിയും നൃത്തം പരിശീലിക്കുകയാണോ? നന്ദിനി ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി നിന്നു. അത് കണ്ടപ്പോൾ ആദിത്യം വീണ്ടും ചോദിച്ചു, എന്നൊന്നും പറയാത്ത, കോളേജിൽ പോകാൻ വയ്യോ? നൃത്തം വീട്ടിൽ നിന്ന് പരിശീലിച്ചാൽ പോരെ, കോളേജിൽ കൃത്യസമയത്ത് എത്തണ്ടേ? നന്ദിനി പതുക്കെ തലയാട്ടി. അല്പനേരം കൂടി അവിടെ നിന്നിട്ട് ആദിത്യന് അടുത്തുണ്ടായിരുന്ന ആര്യയും നിവേദിയെയും നോക്കി പറഞ്ഞു, ആര്യ, നിവേദിത, സമയം വൈകി, നിങ്ങളും കോളേജിലേക്ക് ഇറങ്ങിക്കോളൂ, വൈകണ്ട. അതേസമയം ആദിത്യന് ഓഫീസിലെത്തി. തന്റെ മേശപ്പുറത്ത് കുമിഞ്ഞുകൂടിയ ഫയലുകൾ പരിശോധിക്കുകയായിരുന്നു. അപ്പോഴാണ് സെയിൽസ് വിഭാഗത്തിന്റെ ഫയൽ അവന്റെ കണ്ണിൽപ്പെട്ടത്. അത് മറിച്ച് നോക്കി ആദിത്യന്റെ നെറ്റി വിളിഞ്ഞു. അവനുടൻ തന്നെ മാനേജർ അശോകനെ വിളിപ്പിച്ചു. വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന അശോകന്റെ മുഖത്ത് അല്പം ഭയമുണ്ടായിരുന്നു. ആദിത്യൻ ആ ഫയൽ മേശപ്പുറത്തേക്ക് ശക്തമായി തള്ളിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു, അശോകൻ, വാട്ട് ഈസ് ദിസ്? ഇതൊരു പൂർണ്ണമായ ഫയലാണോ നിങ്ങൾ എന്റെ മുമ്പിൽ ഒപ്പിടാനായി കൊണ്ടുവന്നിരിക്കുന്നത്? ദിസ് ഈസ് ആൻ ഇൻകംപ്ലീറ്റ് ഫയൽ. വാട്ട് കൈൻഡ് ഓഫ് നോൺസെൻസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? അശോകനൊന്ന് പരിങ്ങി ശബ്ദം താഴ്ത്തി അവൻ പറഞ്ഞു, സർ, ഒരു ചെറിയ അബദ്ധം പറ്റിപ്പോയതാ. തിരക്കിനിടയിൽ ആ ഫയലിലെ അവസാനത്തെ പേജ് വെക്കാൻ വിട്ടുപോയതാ സർ. ആദിത്യൻ കസേരയിലേക്ക് ചാരിയിരുന്ന് കടുപ്പ് ദേവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു, അബദ്ധം പറ്റിയതാണോ അതോ ഉത്തരവാദിത്തമില്ലായ്മയാണോ? ഡോണ്ട് ഗീവ് മീ എനി എക്സ്ക്യൂസ്. ഒരു സ്ഥാപനം ഇങ്ങനെ മുന്നോട്ടുണ്ടോന്ന് അശോകൻ അറിഞ്ഞൂടെ? ഐ ഡോണ്ട് എക്സ്പെക്ട് സച്ച് കെയർലെസ് മിസ്റ്റേക്ക് ഫ്രം സംവൺ ഇൻ യുവർ പൊസിഷൻ. അശോകൻ തലതാഴ്ത്തി വിനീതനായി മറുപടി നൽകി, ക്ഷമിക്കണം സർ, അത് എൻ്റെ ഭാഗത്തുണ്ടായ വലിയൊരു വീഴ്ച തന്നെയാണ്. ഇനി ഇത്ര അബദ്ധങ്ങൾ സംഭവിക്കില്ലെന്ന് ഞാൻ ഉറപ്പുവരിക. ഞാൻ ഉടനെ തന്നെ തിരുത്തി പൂർത്തിയായി കൊണ്ടുവരാം. ആദിത്യം ഫയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ശരി അശോകൻ, ദിസ് ഷുഡ് ബി ദി ലാസ്റ്റ് ടൈം. ഇത് അവസാനമായിരിക്കണം. കൃത്യത വരുത്തിയിട്ട് മാത്രം എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ മതി. യു മേ ലീവ് നൗ. അശോകനൊന്നും മിണ്ടാതെ തലതാഴ്ത്തി ഫയലും എടുത്ത് പുറത്തേക്ക് നടന്നു. ആദിത്യന്റെ കർക്കശമായ ഇടപെടലുകൾക്ക് ശേഷം ഓഫീസിൽ ഒരു നിശബ്ദത പടർന്നു. കോളേജ് വിട്ടു വന്ന ആര്യയും നിവേദിയും നന്ദിനിയും തറവാട്ടുമുറ്റത്തെത്തുമ്പോൾ നല്ല ക്ഷീണത്തിലായിരുന്നു. തറവാടിലെ ഡൈനിങ് ടേബിൾ അവർ മൂവരും കൂടി ഇരുന്നു. അടുക്കളയിൽ നിന്ന് ഉയർന്നു വന്ന പഴംപൊരിയുടെയും ചായയുടെയും മണം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. മീനാക്ഷി അമ്മയും കൗസല്യയും ചേർന്ന് ചൂടുള്ള ചായയും പഴംപൊരിയും അവരുടെ മുന്നിലേക്ക് വെച്ചു കൊടുത്തു. ചായ നുണയുന്നതിനിടയിൽ ആര്യ ചോദിച്ചു, അമ്മി, ഇന്ന് പഴംപൊരിയാണല്ലോ, നല്ല മണം. കൗസല്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതൊക്കെ എപ്പോഴും ഉള്ളതല്ലേ മക്കളെ, നിങ്ങളൊന്ന് ഫ്രഷായി വാ, നമുക്ക് വർത്തമാനം പറയാം. നിവേദിത നന്ദിനിയുടെ അമ്മ ശാരദാനിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശാരദാനി, അസൈൻമെന്റ് പ്രൊജക്ട് കഴിഞ്ഞ് ആ പടം അടുത്തിരിക്കുക. അപ്പോൾ ആര്യ ഒരു പഴംപൊരി എടുത്തുകൊണ്ട് നന്ദിനിയെ നോക്കി ചോദിച്ചു, നന്ദിനി എടുത്തി, അതൊക്കെ പോട്ടെ, ഇന്ന് വൈകുന്നേരം നമുക്ക് ക്ഷേത്രത്തിൽ പോയാലോ? നന്ദിനി ചിരിച്ചുകൊണ്ട് സമ്മതിച്ചു. തീർച്ചയായും, നമുക്ക് പോവാം. അവർ മൂവരും ആവേശത്തോടെ തന്നെ സമ്മതിച്ചു. ചായ കുടിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് തറവാട്ടിലെ അന്തരീക്ഷം സന്തോഷഭരിതമായി. പിന്നീട് അവർ മുറ്റത്തെ തുളസി തറക്കടുത്തുകൂടി തറവാടിന്റെ പിൻവശത്തുള്ള കുളത്തിലേക്ക് നടന്നു. വഴിമധ്യേ നിവേദിത പതിഞ്ഞ സ്വരത്തിൽ നന്ദിനിയെടുത്തിയോട് പറഞ്ഞു, നന്ദിനിയെടുത്തി, ഒരു കാര്യം പറയാനുണ്ട്. ഇന്ന് കോളേജിൽ വെച്ച് വരുന്ന എന്നെ പ്രപ്പോസ് ചെയ്തു. എനിക്ക് വല്ലാതെ പേടിയാവുന്നു. നമ്മുടെ ആദ്യമായിട്ട് അറിഞ്ഞ എന്നെ കൊന്നുകളയില്ലേ? നന്ദിനിയെടുത്തി അല്പം ഗൗരവത്തോടെ തന്നെ ചോദിച്ചു. എന്നിട്ട് നീ എന്താ അവനോട് പറഞ്ഞേ? ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല.
ധൈര്യം ഉണ്ടെങ്കിൽ നേരെ പോയി ആദ്യമായിട്ടോട് തന്നെ പറയാൻ ഞാൻ അവനോട് പറഞ്ഞു. അതെനിക്ക് വലിയൊരു അബദ്ധമായി പോയോ? നിവേദിയെ ചോദിച്ചു. നന്ദിത ഒരു നിശ്വാസത്തോടെ പറഞ്ഞു, നീ വിഷമിക്കണ്ട, അവന് ധൈര്യമൊന്നും കാണില്ല ആദ്യമായിട്ട് മുമ്പിൽ ചെന്ന് നിൽക്കാൻ. വാ, നമുക്ക് കുളത്തിൽ പോയി കുളിക്കാം, ബാക്കി അവിടെ പോയി സംസാരിക്കാം. കുളത്തിന്റെ പടവുകളിൽ വെച്ച് വസ്ത്രങ്ങൾ മാറി ആറ് വെള്ളത്തിലേക്ക് ഇറങ്ങി. കോളേജിലെ തിരക്കും വെയിലും തണുത്ത വെള്ളത്തിൽ അലിഞ്ഞു തീരുന്ന പോലെ അവർക്ക് തോന്നി. നീന്തിയും തട്ടിത്തെളിച്ചും കുളത്തിലെ തണുപ്പിൽ അവർ അല്പനേരം ചെലവഴിച്ചു. കുളിച്ചു കയറി തോർത്തുകൊണ്ട് തല തുടച്ച് ഈറമുടി കെട്ടിവെച്ച് അവർ വീടിനുള്ളിലേക്ക് കയറി. ആര്യയും നിവേദിതയും ഒരേ നിറത്തിലുള്ള ധാവണികൾ അണിഞ്ഞു. നന്ദിനി കടുനീല നിറത്തിലുള്ള ധാവണിയാണ് തിരഞ്ഞെടുത്ത്. ആ വേഷം അവളുടെ സൗന്ദര്യത്തെ കൂടുതൽ മനോഹരമാക്കി. മൂവരും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിലെത്തിയ അവർ കൽപ്പടവുകളിൽ തമാശകൾ പറഞ്ഞും ചിരിച്ചും വിശേഷങ്ങൾ പങ്കുവച്ചു. അവിടുത്തെ ക്ഷേത്രമതിലോട് ചേർന്നുള്ള പുരാതനമായ ആ നാഗർകോവിലേക്ക് അവർ പതിയെ നടന്നു. കാവിനുള്ളിലെ കൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന മങ്ങിയ വെളിച്ചത്തിൽ കരിങ്കലിൽ കൊത്തിയ നാഗരൂപങ്ങൾ അല്പം ഭയവും ഒപ്പൊരു വിശുദ്ധിയും പകരുന്നതായി അവർക്ക് തോന്നി. ആ കാഴ്ച കണ്ടവർ വിസ്മയത്തോടെ നിന്നു. കാവിലെ ശാന്തതയിൽ ലയിച്ച് മനസ്സ് നിറയെ സന്തോഷത്തോടെയും ചെറിയൊരു ഭക്തിയോടെ അവർ തിരികെ തറവാട്ടിലേക്ക് നടന്നു. ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയെത്തിയ മൂവരും തറവാടിന്റെ പടിപ്പുര കടന്നു. അപ്രതീക്ഷിതമായി മുമ്പിൽ ആദിത്യനെ കണ്ടു. അവന്റെ മുഖം ഗൗരവത്തിലായിരുന്നു. ഇത്രയും വയ്യോ? എവിടെയായിരുന്നു നിങ്ങൾ മൂന്നുപേരും? ആദിത്യൻ കടുപ്പത്തിൽ ചോദിച്ചു. നിവേദിത ഒന്ന് വിറച്ചു. നന്ദിനി ധൈര്യം സംഭരിച്ച് പറഞ്ഞു, അത് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയതിന് ആദ്യേട്ടാ, അവിടെയുള്ള കാവിലൊന്നും കയറിയപ്പോ സമയം പോയത് അറിഞ്ഞില്ല. ആദിത്യൻ അവരെയും തുറിച്ചു നോക്കി. പിന്നെ ഒന്നും പറയാതെ, ശരി അതേ പോയിക്കോ എന്ന് പറഞ്ഞവൻ അങ്ങോട്ട് തിരിഞ്ഞു നടന്നു. മൂവരും ആശ്വാസത്തോടെ മുകളിലത്തെ മുറിയിലേക്ക് പോയി. കുറച്ചു നേരം കഴിഞ്ഞ് ദാഹം തോന്നി നന്ദിനി വെള്ളം കുടിക്കാനായി പതുക്കെ കോണിപ്പടി ഇറങ്ങി താഴേക്ക് വരികയായിരുന്നു. അതേസമയം ആദിത്യൻ ഫോണിൽ എന്തോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗൗരവത്തിൽ സംസാരിച്ചുകൊണ്ട് ധൃതിയിൽ മുകളിലേക്ക് കയറി. കോണിപ്പടിയുടെ മധ്യഭാഗത്ത് വെച്ച് നന്ദിനി വേഗത്തിൽ ഇറങ്ങി വരുന്നതിനിടയിൽ ആദിത്യന്റെ ദേഹത്തേക്ക് നേരെ ചെന്ന് വീണു. ആ പ്രതീക്ഷിത കൂട്ടിമുട്ടലിൽ രണ്ടുപേരുടെയും ബാലൻസ് പൂർണ്ണമായും തെറ്റി. നന്ദിനിയുടെ ഷോള് കോണിപ്പടിയുടെ കൈവരിൽ കുരുങ്ങുകയും ആ ബലത്തിൽ അത് അവളുടെ തോളിൽ നിന്ന് ഊരിപ്പോവുകയും ചെയ്തു. അവർ മറിഞ്ഞുകൊണ്ട് കോണിപ്പടിയിലൂടെ ഓരോ പടവുകളിലൂടെയും താഴേക്ക് ഉരുണ്ടു നീങ്ങി. താഴെത്തിയപ്പോഴേക്കും ആദിത്യൻ അവളെ തന്റെ കൈകൾക്കിടയിൽ ബലമായി ചുറ്റിപ്പിടിച്ചിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിൽ അപ്പോഴും അവന്റെ ഉള്ളിൽ ദേഷ്യം മാറിയിരുന്നില്ല. അപ്രതീക്ഷിതമായി സംഭവിച്ച ആ വീഴ്ചയുടെ വേഗത്തിൽ അവന്റെ ചുണ്ടുകൾ നന്ദിനിയുടെ കഴുത്തിൽ അമർന്നുപോയി. അവന്റെ കൈകൾ അവരുടെ അരക്കെട്ടിലും മാറിലും ആ വീഴ്ചയുടെ വേഗത്തിൽ അബദ്ധവശാലെന്നോട് അമർന്നു നിന്നു. ആ നിമിഷം രണ്ടുപേരും നിശ്ചലമായി പോയി. ആദിത്യന്റെ കണ്ണുകൾ നന്ദിനിയുടെ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. കുറച്ചു നേരം ആ നോട്ടം അങ്ങനെ തന്നെ തുടർന്നു. പെട്ടെന്ന് എന്തോ ഓർമ്മ വന്ന പോലെ രണ്ടുപേരും ഒരേ സമയം ഞെട്ടി. ഞൊടിയിടയിൽ ചാടി എഴുന്നേറ്റു. നന്ദിനി പരിഭ്രമത്തോടെ കോണിപ്പടിയിൽ കുരുങ്ങിക്കിടന്ന തന്റെ ഷോള് വേഗത്തിൽ വലിച്ചെടുത്തു. സ്വന്തം തോളിലേക്ക് ഇട്ടു. ആദിത്യൻ ഒരു നിമിഷം അവളെ തന്നെ തുറിച്ചു നോക്കി. അപ്പോഴും അവന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു നിന്നിരുന്നു. ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ അവൻ കോണിപ്പടി വഴി വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി. മുകളിലേക്ക് കയറിപ്പോയ ആദിത്യന്റെ ചുണ്ടുകളിൽ നേർത്തൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. വീഴ്ചയിൽ നന്ദിനി ആ രൂപത്തിൽ കണ്ടതിന്റെ ഞെട്ടലും അതിലൂടെ ഉണ്ടായ ഒരു പ്രത്യേക ആവേശവും അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. അതേസമയം നന്ദിനിയുടെ അവസ്ഥയും മറ്റൊന്നായിരുന്നില്ല. മുറിയിൽ ഒറ്റയ്ക്കിരുന്ന അവൾക്കും ആ നിമിഷങ്ങളെക്കുറിച്ച് ആലോചിച്ച് മന്ദഹസിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അപ്പോൾ മുറിയിലേക്ക് കടന്നു വന്ന നിവേദിത അവളെ നോക്കി കൗതുകത്തോടെ ചോദിച്ചു, ഏടത്തി എന്തിനെങ്കിലും ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? അത് കേട്ട നന്ദിനി പെട്ടെന്ന് മുഖം ഗൗരവത്തിലാക്കി ഒന്നും മിണ്ടാതെ ഇരുന്നു. നിവേദിത വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ ഒഴിഞ്ഞു മാറി പറഞ്ഞു, ഓ അതൊന്നുമില്ലടി, നീ പോയി നിന്റെ കാര്യം നോക്ക്. പിറ്റേന്ന് രാവിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. ആ സമയത്ത് മുത്തശ്ശി എല്ലാവരെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് എല്ലാവരോടായിട്ടൊരു കാര്യം പറയേണ്ടതുണ്ട്. ആദിത്യന്റെയും നന്ദിനിയുടെയും വിവാഹം നടത്തണം. അവൾക്ക് 22 വയസ്സ് തികയുന്നതിന് മുമ്പ്, അതായത് അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ അത് നടത്തണമെന്ന് തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ നമുക്ക് പോയി ഡേറ്റ് കുറിക്കണം. വിവാഹകാര്യം കേട്ടപ്പോൾ ആദിത്യനും നന്ദിനിയും ഞെട്ടിപ്പോയി. പരസ്പരം മുഖത്ത് നോക്കാൻ പോലും കഴിയാത്ത വിധം ഇരുവരും കടുത്ത ചമ്മലിലായിരുന്നു. ആദിത്യനൊന്നും പറയാതെ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ നിർത്തി എഴുന്നേറ്റു. ഇത് കണ്ട് മുത്തശ്ശി ചോദിച്ചു, എന്താ ആദിത്യ, നീ ഒന്നും പറയാണ്ട് എഴുന്നേക്കുന്നേ? നിന്റെ വിവാഹകാര്യത്തിന് നീ അഭിപ്രായം പറയാതെ എന്താ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ നിന്റെ അഭിപ്രായം? മുത്തശ്ശിയുടെ ചോദ്യം കേട്ടതും ആദിത്യനും തിരിഞ്ഞു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, നേരത്തെ തീരുമാനിച്ചല്ലേ മുത്തശ്ശി, എനിക്കെതിരൊന്നുമില്ല. അതും പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്ന് നടന്നുപോയി. ആദിത്യൻ പോയ ശേഷം എല്ലാവരും കൂടി ജോത്സ്യന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ജാതകം പരിശോധിച്ച ശേഷം തിരുമേനി പറഞ്ഞു, കുട്ടിയോടെ ജാതകം തമ്മിൽ നല്ല പൊരുത്തുണ്ട്, പക്ഷേ ചെറിയൊരു നാഗദോഷമുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ചേർന്ന് നാഗക്ഷേത്രത്തിൽ പൂജ നടത്തി ദോഷം തീർത്തിട്ട് വേണം കല്യാണം നടത്താൻ. തിരുമേനിയുടെ നിർദ്ദേശപ്രകാരം വിവാഹത്തിനുള്ള തീയതിയും സമയം ജോത്സ്യൻ കുറിച്ചു.
ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ ആദിത്യന്റെ അമ്മ ഉടൻ തന്നെ ഓഫീസിലിരിക്കുന്ന അവന്റെ ഫോണിൽ വിളിച്ചു. മോനെ, ജോത്സ്യരി വിവാഹത്തിന്റെ തീയതി കുറിച്ചു. നവംബർ 15-ാം തീയതിയെ കല്യാണം. രാവിലെ 10-നും 11-നുമിടയിലെ ശുഭമുഹൂർത്തത്തിൽ ആ താലിയിട്ട് അമ്മ ആവേശത്തോടെ പറഞ്ഞു. അമ്മ തീയതിയും സമയം കൃത്യമായി പറഞ്ഞപ്പോൾ ആദിത്യന് മൊത്തം വലിയൊരു പുഞ്ചിരി വിരിഞ്ഞു. ഓഫീസിലെ കസേരയിൽ നിന്ന് അമ്മയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവളെ സ്വന്തമാക്കാൻ കഴിയുന്നതിന്റെ സന്തോഷം അവന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. തുടർന്ന് മുത്തശ്ശി ബാംഗ്ലൂരിലുള്ള പ്രഭാകരനെയും കുടുംബത്തെയും ഫോണിൽ വിളിച്ചു. പൂജയ്ക്ക് 2 ദിവസം മുമ്പ് എന്തായാലും നാട്ടിലെത്തണമെന്ന് മുത്തശ്ശി നിർദ്ദേശിച്ചു. അവർ വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഈ സന്തോഷത്തിനിടയിലും പ്രഭാകരൻ കുടുംബം വരുന്ന് എങ്ങനെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കാം, ആദിത്യന്റെ ബിസിനസ് സാമ്രാജ്യം കോടിക്കണക്കിന് വിലയുള്ള സ്വത്തുക്കളും എങ്ങനെ അവരുടേതാക്കാം എന്ന കുതന്ത്രത്തോടെ ആയിരുന്നു അവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. ആദിത്യൻ മുകളിലെ വരാന്തയിൽ ഗൗരവത്തോടെ പുറത്തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് നന്ദിനി കയ്യിൽ ചൂടുള്ള ചായയുമായി പതിയെ അങ്ങോട്ടേക്ക് വന്ന്. അവൾ ആദിത്യനെ കണ്ട ഒരു നിമിഷം അടിച്ചു നിന്നു. പിന്നെ മെല്ലെ അവൾ വിളിച്ചു, ആദിയേട്ടാ. ആദിത്യൻ തിരിഞ്ഞു നോക്കി. നന്ദിനി കയ്യിലിരുന്ന ചായ ഗ്ലാസ് ആദിത്യന്റെ നേർക്ക് നീട്ടി. ആദിത്യൻ അത് വാങ്ങി അടുത്തുണ്ടായിരുന്ന ചെറിയ വശത്തെ ടേബിളിൽ വെച്ചു. ശേഷം അവൻ നന്ദിനിയെ തന്റെ അടുത്തേക്ക് മെല്ലെ ചേർത്ത് നിർത്തി. നന്ദിനി, എന്തിനെങ്കിലും മടിച്ചിരിക്കുന്നു? ഇതുവരെ നമ്മൾ അങ്ങനെയൊന്നും സംസാരിച്ചില്ലല്ലോ ആദിയേട്ടാ. അതെനിക്കറിയാം നന്ദിനി. അതുവരെ നീ എനിക്ക് അമ്മാവിന്റെ മകളായിരുന്നു. വിവാഹം പറഞ്ഞു വെച്ച ഒരാൾ മാത്രമായിരുന്നു. ബട്ട് നൗ തിങ്സ് ആർ ഡിഫറെന്റ്. യു ആർ മൈ ഫിയാൻസി. സർപ്പക്കാവിലെ പൂജയ്ക്ക് ശേഷം 2 ആഴ്ചക്കകം തന്നെ നമ്മുടെ വിവാഹം നടക്കും. അതുകൊണ്ട് പെരുമാറ്റത്തിൽ നമ്മുടെ സംസാരത്തിലൊക്കെ തീർച്ചയായും വലിയ മാറ്റങ്ങൾ വന്നേ തീരൂ. ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് പരസ്പരം അറിയാനുള്ളതാണ്. ഈ ഒരടുപ്പം നമ്മുടെ സംസാരത്തിൽ ഉണ്ടാവണം. ഇനി മുതൽ പഴയതുപോലെ നമുക്ക് അകലം പാലിക്കാൻ കഴിയില്ലല്ലോ. പെട്ടെന്ന് താഴെ നിവേദിത കിതച്ചുകൊണ്ട് ഓടി വന്നു. ആൾ കോണിപ്പടിക്കയറി മുകളിലെത്തിയതും ഇരുവരും വേഗത്തിൽ അകന്നു മാറി. ഏർത്തി, ആദ്യട്ടാ പെട്ടെന്ന് താഴേക്ക് വരണേ. അച്ഛനമ്മയും ഏട്ടന്മാരും വന്നിട്ടുണ്ട്. നിങ്ങളോട് വേഗം താഴേക്ക് വരാൻ പറഞ്ഞു അമ്മായി. നിവേദിയുടെ വാക്കുകൾ കേട്ടതും ആദിത്യന്റെ മുഖം വീണ്ടും ഗൗരവത്തിലായി. താഴേക്ക് വരുമ്പോൾ പ്രഭാകരനും സുഭദ്രയും രാഹുലും വിനയും സ്വീകരണ മുറിയിലിരിക്കുന്നവർ കണ്ടു. പ്രഭാകരന്റെ മക്കളായ രാഹുലും വിനയും നന്ദിനിയെ കണ്ടതും അവരുടെ നോട്ടം വല്ലാതെ മാറി. നന്ദിനിയുടെ ശരീരത്തിലൂടെ ആ കണ്ണുകൾ അരിച്ചു നടക്കുന്നത് ആദിത്യന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ നോട്ടം ആദിത്യനൊട്ടും പിടിച്ചില്ല. അവന്റെ കൈകൾ ദേഷ്യം കൊണ്ട് മുറുകി. തന്റെ പ്രിയപ്പെട്ടവൾ ഇങ്ങനെ വൃത്തിയിട്ട നോട്ടം നോക്കുന്നത് ആദിത്യനെ സഹിക്കാൻ കഴിഞ്ഞില്ല. അവൻ നന്ദിനിയെ തന്റെ പിന്നിലേക്ക് അല്പം മാറ്റി നിർത്തിക്കൊണ്ട് രാഹുലിനെയും വിനയനെയും കടുപ്പത്തിലും നോക്കി. ആദിത്യനെ ആ നോട്ടം കണ്ടപ്പോൾ തന്നെ രാഹുലും വിനയും നോട്ടം മാറ്റി വേറെ എങ്ങോട്ട് നോക്കിയിരുന്നു. രാഹുലും വിനയും ഒട്ടും വൈകാതെ എഴുന്നേറ്റ് ആദിത്യന്റെ അടുത്തേക്ക് വന്നു. വളരെ കാഷ്വലായി രാഹുൽ ആദിത്യന്റെ തോൾ തട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് ബ്രോ, കൺഗ്രാറ്റ്സ്. കല്യാണം ഉറപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ, ഗ്രേറ്റ് ന്യൂസ്. വിനയും തൊട്ടടുത്ത് വന്ന് ആദിത്യന്റെ തോൾ കൈവച്ചുകൊണ്ട് പറഞ്ഞു, യാ അബ്സല്യൂട്ട്ലി. അവസാനം നീ സെറ്റിലാകാൻ തീരുമാനിച്ചല്ലേ, കൺഗ്രാറ്റുലേഷൻസ് ആദി. ആദിത്യൻ ദേഷ്യമൊന്നും പ്രകടിപ്പിക്കാതെ വളരെ ശാന്തമായി തന്നെ അവരോട് മറുപടി നൽകി. യാ താങ്ക് യു ഗൈസ്. അതെ, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നേ ഉള്ളൂ. ആദിത്യന്റെ ഈ ശാന്തമായ പെരുമാറ്റം കണ്ടപ്പോൾ രാഹുലും വിനയും അല്പം അത്ഭുതപ്പെട്ടെങ്കിലും ആ ഒരു സംസാരം തുടർന്നു. ആദിത്യൻ അപ്പോഴും ദേഷ്യം കാണിക്കാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. ഒടുവിൽ സർപ്പക്കാവിലെ പൂജക്കുള്ള ദിവസമെത്തി. ആദിത്യന്റെ കുടുംബക്ഷേത്രത്തിലെ ആ വലിയ ചടങ്ങിലേക്ക് എല്ലാവരും എത്തിയിരുന്നു. നന്ദിനിയും നിവേദിയും ആര്യയും എല്ലാം മനോഹരമായ സെറ്റ് സാരികൾ അണിഞ്ഞാണ് പൂജയ്ക്ക് എത്തിയത്. എല്ലാവരും അണിഞ്ഞൊരുങ്ങി വന്നുവെങ്കിലും കാവിലെത്തിയവരുടെ എല്ലാം കണ്ണുകൾ നന്ദിനിയിൽ തന്നെയായിരുന്നു. അവൾ ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ സെറ്റ് സാരിയിൽ തിളങ്ങുന്ന നന്ദിനിയെ എല്ലാവരും അസൂയയോടെയും അതിശയത്തോടെയും നോക്കി നിന്നു. ആദിത്യൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പൂജാ ചടങ്ങുകൾ ഭംഗിയായി നടന്നു. ആദിത്യൻ എല്ലാ കാര്യങ്ങളിലും നന്ദിനിയോട് ചേർന്ന് നിന്നു. പൂജയ്ക്ക് ശേഷം വിവാഹത്തിനൊടുക്കാനുള്ള വസ്ത്രങ്ങൾ എടുക്കാനായി അവർ നഗരത്തിലെ വലിയൊരു ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് പോയി. കൂടെ രാഹുലും വിനയും അടങ്ങുന്ന സംഘവും ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനിടയിൽ ആദിത്യൻ നന്ദിനിയോട് ചോദിച്ചു, നന്ദിനി, നിനക്ക് ഏത് നിറം ഇഷ്ടം? നമ്മുടെ വിവാഹത്തിന് നമുക്ക് മാച്ചിങ് ആയിട്ട് എടുക്കാം. നന്ദിനി നാണത്തോടെ പറഞ്ഞു, ഏട്ടന് ഇഷ്ടമുള്ള എടുത്തോളൂ, എനിക്ക് ഏതായാലും കുഴപ്പമില്ല. അപ്പോഴേക്കും രാഹുലും വിനയും നന്ദിനിയുടെ അടുത്തേക്ക് വന്ന് വസ്ത്രങ്ങൾ നോക്കുന്നതിനിടയിൽ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. ആദിത്യന് അതൊട്ടും പിടിച്ചില്ലെങ്കിലും അവൻ പുറമേ ശാന്തനായി നിന്നു. രാഹുലിന്റെയും വിനയന്റെയും ഓരോ നീക്കങ്ങളും ആദിത്യൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരുടെ നേർക്ക് ആദിത്യനൊരു കണ്ണുണ്ടായിരുന്നു. അവൻ നന്ദിനിയെ ചേർത്ത് പിടിച്ച് അവരോട് പറഞ്ഞു, ഗൈസ്, ലെറ്റ് us pick what we want. We don't really need any extra opinions right now. അവൻ പല വസ്ത്രങ്ങളെടുത്ത് നന്ദിനിയെ കാണിച്ചു. ഒടുവിൽ പരസ്പരം ചേരുന്ന മനോഹരമായൊരു നിറം തന്നെ അവർ കണ്ടെത്തി. വസ്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് ആദിത്യൻ നന്ദിനിയോട് പറഞ്ഞു, Do you like this one? It's look perfect to you, നന്ദിനി. നന്ദിനി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി സമ്മതം അറിയിച്ചു. രാഹുലും വിനയും അപ്പോഴും ചുറ്റും നടന്ന് അസ്വസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആദിത്യൻ അവരെ വീണ്ടും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവൻ ആ വസ്ത്രങ്ങൾ കൗണ്ടറിൽ ഏൽപ്പിക്കുമ്പോൾ അവന്റെ മുഖത്തൊരു സംതൃപ്തി ഉണ്ടായിരുന്നു.
ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ മംഗളദിനം വന്നെത്തി. ദേവമംഗലം തറവാടിന്റെ പാരമ്പര്യവും പ്രൗഢിയും വിളിച്ചോതുന്ന രീതിയിൽ തന്നെയായിരുന്നു വിവാഹ ചടങ്ങുകൾ നടന്നത്. മഞ്ഞൾ നീരാട്ടും മറ്റ് ആചാരങ്ങളും വലിയ ആഘോഷങ്ങളോടെയും കൃത്യമായ ചിട്ടകളോടെയുമാണ് തറവാട്ടിൽ പൂർത്തിയാക്കിയത്. വിവാഹ മണ്ഡപത്തിലേക്ക് വധുവായി അണിഞ്ഞൊരുങ്ങിയെത്തിയ നന്ദിനി അതീവ സുന്ദരിയായിരുന്നു. പരമ്പരാഗത വേഷത്തിൽ പ്രൗഢിയോടെ ആദിത്യൻ മണ്ഡപത്തിലിരുന്നു. തന്ത്രിയുടെ മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ആദിത്യൻ നന്ദിനിയുടെ കഴുത്തിൽ താലി ചാർത്തി. ആ നിമിഷം തറവാട്ട് മുറ്റം മുഴുവൻ ഒരു പുണ്യഭൂമിയായി മാറി. ആദിത്യൻ അവളുടെ നെറ്റിയിൽ സിന്ദൂരമണിയിച്ചു. തുടർന്ന് ആചാരപ്രകാരം തറവാടിന്റെ പടിവാതിൽക്കൽ വെച്ച് ആദിത്യന്റെ അമ്മ കൗസല്യ നിലവിളക്കുമായി നന്ദിനിയെ സ്വീകരിച്ചു. തറവാടിന്റെ ഐശ്വര്യമായി നന്ദിനി ആ നിലവിളക്കിന്റെ പ്രഭയിൽ പുതിയ ജീവിതത്തിലേക്ക് പടികേറി. ചടങ്ങുകൾക്കിടയിൽ ആദിത്യന്റെ ശ്രദ്ധ ഇടയ്ക്കിടെ രാഹുലിലേക്കും വിനയിലേക്കും നീളുന്നുണ്ടായിരുന്നു. ആർ നന്ദിനിയെ നോക്കുന്ന ആ വഷളത്തിന് നിറഞ്ഞ നോട്ടം ആദിത്യന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരുടെ മനസ്സിലെ കുടില ബുദ്ധിയെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലെങ്കിലും ആ നോട്ടത്തിലെ അസ്വാഭാവികത ആദിത്യനെ വല്ലാതെ അസ്വസ്ഥനാക്കി. എങ്കിലും വിവാഹത്തിന്റെ ആഹ്ലാദ നിമിഷങ്ങളിൽ ആദിത്യൻ അതൊക്കെ അവഗണിച്ചു. രാത്രിയായതോടെ തറവാട് നിശബ്ദതയിലേക്ക് വഴുതി. ആരെയും നിവേദിതയും ചേർന്ന് നന്ദിനിയെ സെറ്റുമുണ്ട് അണിയിച്ചൊരുക്കിയപ്പോൾ അവരവളെ കളിയാക്കി ചിരിപ്പിച്ചു. അപ്പോഴാണ് കൗസല്യ ഒരു ഗ്ലാസ് പാലുമായി അങ്ങോട്ട് വന്ന്. പാൽ ഗ്ലാസ് നന്ദിനിയുടെ നേർക്ക് നീട്ടി കൗസല്യ പറഞ്ഞു, നിങ്ങൾ നന്ദിനി ആദിയുടെ റൂമിലേക്ക് ആയി കൊടുക്കൂ. അത് കേട്ട് ആരെയും നിവേദയും ചേർന്ന് നന്ദിനിയെ ആദിയുടെ റൂമിലെത്തിച്ചു. നന്ദിനി മുറിയിലേക്ക് കടന്നു വന്നപ്പോൾ ആദ്യ അവിടെ കാണാനില്ലായിരുന്നു. നന്ദിനി ചുറ്റും നോക്കി അല്പം ആകാംക്ഷയോടെ അവിടെ നിന്നു. 2 സെക്കൻഡുകൾക്കുള്ളിൽ ബാത്റൂമിന്റെ വാതിൽ തുറന്ന് ആദ്യ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആദ്യ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ നീ വന്നോ, വാതിൽ നിറച്ച് കുറ്റിയിട്ടേക്ക്. നന്ദിനി നാണത്തോടെയും തലവും ചിരിച്ചുകൊണ്ട് തിരിഞ്ഞടന്ന് വാതിലടച്ച് കുറ്റിയിട്ടു. ശേഷം അവൾ തിരിഞ്ഞു വന്ന് ആദിയുടെ അരികിൽ നിന്നു. ആളുടെ കയ്യിൽ നിന്ന പാൽ ഗ്ലാസ് അവൾ സാവധാനം ആദിക്ക് നേരെ നീട്ടി. ആദ്യം അത് വാങ്ങി മേശപ്പുറത്ത് വെച്ചു. അവനവളുടെ അരികിലേക്ക് അല്പം കൂടി ചേർന്നിന്ന് പറഞ്ഞു, ഇനി നമ്മൾ തമ്മിൽ അകലം വേണ്ടെന്ന് തോന്നുന്നു. അവൻ മേശപ്പുറത്തിരുന്ന പാൽ ഗ്ലാസ് വീണ്ടും എടുത്ത് നന്ദിനിക്ക് നേരെ നീട്ടി. നന്ദിനി അത് വാങ്ങിയൊരു സിപ്പ് കുടിച്ചു. ശേഷം അവൾ അത് ആദിക്ക് നേരെ നീട്ടി. അവൻ ബാക്കി കുടിച്ചു. അവൻ ഗ്ലാസ് വീണ്ടും മേശപ്പുറത്ത് വെച്ചു. ആദ്യം അവളുടെ കൈകൾ മേലെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ഇന്ന് നമുക്ക് സംസാരിക്കാം. എനിക്കെന്തോ നിന്നെ കൂടുതൽ അറിയാൻ തോന്നുന്നു. നന്ദിനി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ ആദ്യേട്ടൻ്റെ അരിയിലില്ലേ, ആദ്യമായിട്ട് സംസാരിക്കും. ആദ്യം അവളെ മേലെ നെഞ്ചോട് ചേർത്തു പിടിച്ച് പ്രണയാർദ്രമായി ചോദിച്ചു, ഇനി അകലം വേണ്ട നന്ദിനി. അവൻ പതിയെ അവളുടെ കൈകൾ പിടിച്ച് തഴുകിക്കൊണ്ട് അവളുടെ കവിളുകളിലേക്ക് തന്റെ കൈകൾ ഉയർത്തി 2 കൈകൾ കൊണ്ട് അവളുടെ മുഖമേലെ തഴുകി. ആദ്യം അവളുടെ നെറ്റിയിലൊരു ഉമ്മ നൽകി. നന്ദിനി നാണത്തോടെ പതിയെ തിരിഞ്ഞു മാറി. ആൾ വേഗത്തിൽ ജനലരിയിലേക്ക് നടന്നു. ആദി പുഞ്ചിരിയോടെ ആളുടെ പിന്നാലെ ചെന്നു. ജനലിന്റെ അരികിൽ വെച്ച് അവൻ പതിയെ അവളുടെ തോളുകളിൽ പിടിച്ചു. പിന്നിൽ നിന്ന് അവളെ ചേർത്ത് പിടിച്ചു. അവളുടെ സാരി തലപ്പുമെല്ലാം വകഞ്ഞു മാറ്റി. അവൻ തന്റെ കൈകൾ അവളുടെ അരക്കെട്ടിലേക്ക് ചേർത്തു. ആളൊന്ന് വിറച്ചുവെങ്കിലും അവനെ തടഞ്ഞില്ല. ആ നിമിഷം ആദ്യം അവളെ മെല്ലെ തന്നെ നേരെ തിരിച്ചു. അവൻ അവളെ വാരിയെടുത്ത് ബെഡിനരിയിലേക്ക് നടന്നു. ആളെ ബെഡിൽ കിടത്തി ആദ്യം അവളുടെ അരിയിലായി കിടന്നു. പതിയെ അവന്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി. ആ മൃദുലമായ ഗന്ധം അവൻ ആവോളം നുകർന്നു. പ്രണയത്തിന്റെ ആ ഉന്മാദ നിമിഷത്തിൽ അവർ പരസ്പരം പൂർണ്ണമായി ലയിച്ചു. പിറ്റേന്ന് രാവിലെ നന്ദിനി വളരെ സന്തോഷത്തോടെ ആദിയോടൊപ്പം ക്ഷേത്രത്തിൽ പോയി തൊഴുതു മടങ്ങിയെത്തി. പ്രണയത്തിന്റെ മധുരം നുകർന്ന് കുറച്ച് ദിവസങ്ങൾ അവർ സന്തോഷത്തോടെ കഴിച്ചുകൂട്ടി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു വൈകുന്നേരം കോളേജ് വിട്ട് നിവേദിതയും ആര്യയും വീട്ടിലെത്തി. നന്ദിനി അവരെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ആര്യ, നിവേദിത, നമുക്ക് വൈകുന്നേരം ക്ഷേത്രത്തിൽ പോയാലോ? അത് കേട്ടോ നിവേദിത മറുപടി പറഞ്ഞു, അയ്യോ എഴുത്തി, ഒരുപാട് അസൈൻമെന്റുകൾ ബാക്കിയുണ്ട്. എൻ്റെ പൊന്നെ എഴുത്തി, ഇന്നൊന്ന് പോയിട്ട് വാ, നാളെ നമുക്ക് ഒരുമിച്ച് പോവാം പ്ലീസ്. ആര്യ അത് ഏറ്റുപിടിച്ചു. അതേ എഴുത്തി, ഇന്ന് കുറച്ച് വർക്ക് തീർക്കാനുണ്ട്, എഴുതി പോയിക്കോളൂ, ഞങ്ങൾ വൈകുന്നേരം ബാക്കി കാര്യങ്ങൾ നോക്കിക്കോളാം. നന്ദിനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സാരല്ലേ മക്കളെ, എങ്കിൽ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം കേട്ടോ. അങ്ങനെ നന്ദിനി തനിച്ച് ക്ഷേത്രത്തിലേക്ക് നടന്നു. ക്ഷേത്രത്തിൽ തൊഴുതു മടങ്ങുന്ന വഴിക്ക് സർപ്പക്കാവിനരികിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നാണ് രാഹുലും വിനയും അവളെ തടഞ്ഞത്. നന്ദിനി അമ്പരപ്പോടെ ചോദിച്ചു, രാഹുലേട്ട, വിനയേട്ടാ, നിങ്ങളെന്താ ഇവിടെ? ആർ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഇല്ലാതാക്കാൻ വന്ന നന്ദിനി, ആദിയുടെ ജീവിതത്തിൽ നിന്ന് നിന്നെ അങ്ങ് മാറ്റണം. ആർ ബലമായ അവളുടെ കൈകൾ പിടിച്ചു. നന്ദിനി വിറച്ചുകൊണ്ട് അലറി, എന്നെ വിട്ട്, എന്നെ വിട്ട്, ആദ്യേട്ടാ, ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത്? നിങ്ങൾ ഇത്രയും ദിവസം എന്ത് നിവേദിതേ, ആര്യേ, എന്നെ സഹായിക്കൂ. അവളെല്ലാവരെയും പേര് ചൊല്ലി ഉറക്കി വിളിച്ചു. പക്ഷേ അവരവളെ സർപ്പക്കാവിൻ്റെ ഉള്ളിലേക്ക് വലിച്ചുകൊണ്ടുപോയി. നന്ദിനി കരഞ്ഞുകൊണ്ട് കേണു, എന്നെ വിട്ട്, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, എന്റെ ആദ്യന്റെ അടുത്തേക്ക് വിട്ട്,
ഞാൻ ഒന്നിനും വരില്ല, എന്നെ വെറുതെ വിട്. ആൾ കുതിരി മാറാൻ ശ്രമിച്ചപ്പോൾ വിനയ അവിടെ മുടിയിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ച് പറഞ്ഞു, കിടന്ന് പിടക്കാതിരി നന്ദിനി, ഇന്ന് നിന്റെ അവസാന. നിന്നെ ഇല്ലാതാക്കിയ ആദ്യ തകരും. ഈ സാമ്രാജ്യം ഞങ്ങൾക്കുള്ളതാവും. അവരുടെ യാചനകളൊന്നും കേൾക്കാത്ത ഭാവത്തിൽ ആരോളെ സർപ്പകാവിന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറ്റാൻ തുടങ്ങുമ്പോഴാണ് കാടിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് വിനായ് എന്നലറിക്കൊണ്ടുള്ള ഒരു ഗർജനം കേട്ടത്. അപ്രതീക്ഷിതമായ ശബ്ദം കേട്ടതും രാഹുലും വിനയും ഞെട്ടിത്തെരിച്ചു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവിടെ സർപ്പക്കാവിന്റെ പ്രവേശന കവാടത്തിൽ ആദ്യം നിൽക്കുന്നു. ആദ്യം കണ്ടതും ഭയന്ന് വരച്ച് രാഹുലും വിനയും പറഞ്ഞു, നന്ദിനിയാ ഞങ്ങളിങ്ങോട്ട് വിളിച്ചു, ഞങ്ങൾക്കൊന്നും അറിയില്ല. ആദ്യം മറുപടിയൊന്നും പറഞ്ഞില്ല. നേരെ അവരുടെ അടുത്തേക്ക് നടന്നു. അവരുടെ കരണത്ത് ആഞ്ഞൊരടി കൊടുത്തു. അടിയിട്ടതിന്റെ ഞെട്ടിൽ അവർ നിലത്ത് വീണു. എങ്കിലും അവർ ഒട്ടും വൈകാതെ തിരിച്ചടിക്കാൻ ശ്രമിച്ചു. എന്നാൽ ആദിയുടെ കരുത്തിന് മുമ്പിൽ അവർ നിസ്സഹായരായി പോയി. ആദ്യം അവരെ വീണ്ടും ശക്തമായി അടിക്കുകയും നിലം പരിശാക്കുകയും ചെയ്തു. ആ പോരാട്ടത്തിന്റെ വലിയ ബഹളവും നിലവിളിയും കേട്ട് വീടിന്റെ ഭാഗത്തുനിന്ന് ആളുകൾ ഓടിക്കൂടാൻ തുടങ്ങി. നിവേദിതയും ആര്യയും മറ്റുള്ളവരും സർപ്പക്കാവിലേക്ക് ഓടിയെത്തി. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ട് എല്ലാവരും അമ്പരന്ന് പോയി. ആ നിമിഷം ആദ്യ വേഗത്തിൽ ഓടിച്ചെന്ന് നിലത്ത് വീണ്ടെടുക്കുന്ന നന്ദിനെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും ആള് തന്നെ നെഞ്ചോട് ചേർത്ത് സുരക്ഷിതമായി പിടിക്കുകയും ചെയ്തു. ഈ കാഴ്ച കണ്ടത് മുത്തശ്ശൻ അലറി, ആദി നീ എന്തിനാടാ ഇവരെങ്ങനെ തല്ലുന്ന്? സുഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ ആദി, നീ എന്തിനാ എന്റെ മക്കളെ തല്ലുന്ന്? അപ്പോൾ നന്ദിനിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദി ദേഷ്യത്തോടെ തിരിഞ്ഞത് മുത്തശ്ശനോട് ചോദിച്ചു, എന്താ മുത്തശ്ശ, ഇവിടെ പ്ലാൻ എന്താണെന്ന് അറിയണ്ടേ? അതേസമയം അവിടെ ജീപ്പ് വന്നിരുന്നു. അതിൽ നിന്ന് ഇൻസ്പെക്ടർ ജിത്തു പുറത്തിറങ്ങി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ആദ്യം മുത്തശ്ശനോട് തുടർന്നു, വിവാഹശേഷം ഞാനും നന്ദിനി ഒരുമിച്ച് ജീവിക്കുമ്പോൾ അവളെ ഈ സർപ്പക്കാവിൽ എത്തിക്കുക. അവിടെ വെച്ച് സർപ്പദംശനമേറ്റ് നന്ദിനി മരിക്കുന്ന രീതിയിൽ വരുത്തുക. അപ്പൊ ഞാൻ മാനസികമായി തകർന്നൊരു ഭ്രാന്തനാകുമല്ലോ. കാരണം ഞാൻ നന്ദിനിയെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവർക്കറിയാം. ഞാൻ തകർന്ന് ഈ ബിസിനസ് സാമ്രാജ്യം വിട്ടുനിൽക്കും. അപ്പൊ ഇവർക്ക് ഇവിടുത്തെ ബിസിനസ് സാമ്രാജ്യവും കോവിലകം എല്ലാം സ്വന്തമാക്കാം. കോവിലകം വിറ്റ് കാശാക്കുകയും ബിസിനസ്സും കോടികളുടെ സ്വത്തുക്കളെ ഇവരുടെ കൈകളിലാക്കുകയും ചെയ്യാം. ഇതവരുടെ പ്ലാൻ. രാഹുൽ വിറച്ചുകൊണ്ട് പറഞ്ഞു, അല്ല ഉത്തിശി, ഒരിക്കലും അങ്ങനെയല്ല. ആദ്യ ദേഷ്യത്തോടെ രാഹുലിനെ നോക്കി ചോദിച്ചു, അല്ലെന്ന് പറയാൻ നിനക്ക് എന്താ അർഹതയുള്ളത്? ഇതിന് വ്യക്തമായ തെളിവുണ്ട്. തെളിവോ? ആരാ അതിന് സാക്ഷി? മുത്തശ്ശിയുടെ പ്രിയപ്പെട്ടവള് എന്റെ പെങ്ങൾ നിവേദി തന്നെയാണ് സാക്ഷി. നിവേദിത മുന്നോട്ട് വന്ന് മുത്തശ്ശിനോട് പറഞ്ഞു, അതേ മുത്തശ്ശി, ഇന്നലെ രാത്രി വെള്ളം കുടിക്കാൻ ഇറങ്ങിയപ്പോൾ നന്ദിനിയടുത്തെ കൊലപ്പെടുത്തിയ ഒരു പ്ലാനിൽ നിന്ന് ഞാൻ കേട്ടു. ഞാൻ അപ്പത്തിന് ആദ്യം വിവരം അറിയിച്ചു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം ഞെട്ടിലോടെ രാഹുലിനെയും വിനയും നോക്കി. ഇൻസ്പെക്ടർ ജിത്തു രാഹുലിനെയും വിനയനെയും നേരെ തിരിഞ്ഞു, കൊള്ളാം, സ്വന്തം കുടുംബത്തിനുള്ളിൽ തന്നെ ഇത്രയും ക്രിമിനൽ ബുദ്ധിയാണ് നടക്കുന്നവരെയാണല്ലോ ഇത്രയും കാലം കൂടെ കൂട്ടിയത്. ഇനി നമുക്ക് സ്റ്റേഷനിലേക്ക് പോയാലോ? ബാക്കി കാര്യങ്ങൾ അവിടെ വെച്ച് സംസാരിക്കാം. പേടിച്ചാണ്ട് രാഹുലും വിനയും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ പറഞ്ഞു, അല്ല സർ, ഞങ്ങൾ മാത്രമല്ല ഇതില്, ഞങ്ങളുടെ അച്ഛൻ പ്രഭാകരൻ ഇതിൽ കൂടെയുണ്ട്. ഇല്ല സർ, ഒരിക്കലുമില്ല, ഞാനില്ല, ഇവൻ നോണ പറയുന്ന. എന്നാൽ ഉടൻ തന്നെ നിവേദ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, ഇല്ല സർ, ഞാൻ കേട്ടതാ. എന്റെ ഏട്ടന്മാർ മാത്രമല്ല, അച്ഛൻ പ്രഭാകരൻ ഇതിൽ കൂടെയുണ്ട്. നിവേദിയുടെ ഈ വാക്കുകൾ കേട്ട് എല്ലാവരും ഞെട്ടി. അപ്പോൾ സുഭദ്ര തമ്പുരാട്ടി നിവേദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പ്രഭാകരനോടും മക്കളോടും പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഭർത്താവില്ല, ഈ 2 ആൺമക്കളും ഇല്ല, എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, അതെന്നെ നിവേദിതയാ. തന്റെ മകൾ തന്നെ ഒറ്റിക്കൊടുത്തെന്നറിഞ്ഞ പ്രഭാകരൻ ദേഷ്യത്തോടെ നിവേദി നോക്കി അലറി, സ്വന്തം അച്ഛനെ ഒറ്റിക്കൊടുക്കുന്നോടി നീ. പക്ഷെ ആ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങാതെ പോലീസ് പ്രഭാകരനെ മക്കളെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി. വർഷങ്ങൾ അതിവേഗം കടന്നുപോയി. കോവിലത്തെ കരിനിഴലുകൾ നീങ്ങി. അവിടെ സ്നേഹത്തിന്റെ വസന്തം പൂത്തുലഞ്ഞു. ആദിക്കും നന്ദിനിക്കും അളകനന്ദ എന്ന അളക എന്ന് വിളിപ്പേരുള്ള സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അത് ആ കുടുംബത്തിന്റെ സന്തോഷം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു. ആര്യയുടെയും നിവേദിതയുടെയും വിവാഹം വളരെ മംഗളകരമായി നടന്നു കഴിഞ്ഞു. തിന്മകളില്ലാതായ കോവിലകത്തിപ്പോൾ ചിരിയും സന്തോഷവും മാത്രം. ജീവിതത്തിലെ വലിയൊരു ചുഴലിക്കാരന് ശേഷം ആ ഒരു ശാന്തവും സുന്ദരവുമായ ഒരു സ്നേഹതീരത്ത് എത്തിച്ചേർന്നു.